നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കരുതെന്ന് കുടുംബം. കഴിഞ്ഞ 6 വർഷത്തോളമായി പരോൾ ലഭിച്ചിട്ടില്ല. ഇത് മനുഷ്യാവകാശ പ്രശ്നം മാത്രമായി കാണണമെന്ന് അമ്മ. പരോളിൽ പ്രതികരിച്ച് കെ രമയും. 35ാമത് ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. സംഘടിപ്പിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ. 26 സംസ്ഥാനങ്ങളിലെ 700ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. കെ-റീപ്പിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ വ്യാജ അഡ്മിഷൻ. ഗുരുതര ആരോപണവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്. ക്രമക്കേട് വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. സർവകലാശാല നോക്കുകുത്തിയെന്നും ഷമ്മാസ്. വാർത്തകൾ വിശദമായി. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന് അമ്മ NK പുഷ്പയും സഹോദരി സുജിനയും പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കഴിഞ്ഞ 6 വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിട്ടില്ല. പരോൾ ലഭിച്ചത് നിയമപരമായാണ്. TP കേസിലെ പല പ്രതികൾക്കും നേരത്തെ പരോൾ ലഭിച്ചിട്ടുണ്ടെന്നും സുനിയും പരോളിന് അർഹനാണെന്നും അമ്മയും സഹോദരിയും പറഞ്ഞു. RMP നേതാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്ക് കഴിഞ്ഞ ദിവസമാണ് പരോൾ ലഭിച്ചത്. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 30 ദിവസം പരോൾ അനുവദിച്ചത്. 6 വർഷത്തിനു ശേഷമാണ് പരോൾ ലഭിച്ചത്. പരോൾ കിട്ടിയ സുനി ഡിസംബർ 28-ന് മലപ്പുറത്തെ തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. നേരത്തെ പരോൾ ലഭിച്ചപ്പോഴെല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നൽകരുതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഇതിലെ മനുഷ്യാവകാശ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അമ്മ അപേക്ഷ നൽകിയത്. ഇത് അംഗീകരിച്ചാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇതായിട്ടില്ല. അത് 6 വർഷം കിട്ടാതെ കൊണ്ട് ഞാനിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്ത് സമർപ്പിച്ച് അപ്പോൾ പരോൾ ലഭിച്ചു. അവസാനമാണ് അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരോൾ ലഭിച്ചത്. അപ്പോൾ ഏതൊരു തടവുകാർക്കുള്ള ഒരു ആനുകൂല്യമല്ലേ പരോള്. അതിപ്പോൾ കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുക, പുറത്തിറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 6 വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ല. അപ്പോൾ അത് റദ്ദാക്കണം, എന്തിൻ്റെ കാര്യത്തിലാണ് പരോൾ കൊടുത്തതെന്നുള്ളൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ കാണാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ്. അസുഖമായിട്ട് അധികം നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ് അമ്മ. ഇപ്പോൾ വാർത്താ ചാനലിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഈ 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കുള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനും കിട്ടേണ്ടതല്ലേ. സുനിക്ക് പരോൾ നൽകിയത് അസാധാരണ സംഭവമാണെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLA-യുമായ കെ രമ ആരോപിച്ചു. വൈദ്യുത മേഖലയിലെ സ്വകാര്യവൽക്കരണം രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂരിലും ജീവനക്കാർ പണിമുടക്കി. ഉച്ചക്ക് 12 മണി മുതൽ 1 മണിക്കൂറായിരുന്നു പണിമുടക്കം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി വൈദ്യുതി ജീവനക്കാർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണിക്കൂർ പണിമുടക്കി. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. കണ്ണൂരിൽ പണിമുടക്കിയ ജീവനക്കാർ തെക്കി ബസാർ വൈദ്യുതി ഭവനിൽ നിന്ന് BSNL ഭവനിലേക്ക് മാർച്ച് നടത്തി. K പവിത്രൻ, രാജേഷ് മണക്കാട്, A സമീർ, K അരവിന്ദാക്ഷൻ, M ലതീഷ്, അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ദേശീയതല അൽബിർ കിഡ്സ് ഫെസ്റ്റ് 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 1 വരെ കേരളത്തിലും കർണാടകയിലുമുള്ള 17 വേദികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫസ്റ്റിന്റെ ദേശീയതല ഉദ്ഘാടനം ജനുവരി 2-ന് ചാലാട് അഞ്ജു മൻ ഇൽ ഫത്തുൽ ഇസ്ലാം അൽബിർ സ്കൂളിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും.
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 2016 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംരംഭമാണ് അൽബർ സ്കൂൾസ്. കേരളത്തിന് പുറമെ കർണാടക, സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലെ 402 സ്കൂളുകളിലായി 17,000 വിദ്യാർത്ഥികളും 1,400 അധ്യാപകരുമുണ്ട്. ഈ സ്കൂളിലെ പ്രൈമറി, പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാവിജ്ഞാന ഉത്സവമായ ഫെസ്റ്റ് കേരളത്തിലെയും കർണാടകത്തിലെയും 17 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക. 2016 തുടങ്ങിയ നൂതന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് അൽബിർ സ്കൂൾസ്. ഇന്ന് കേരളത്തിലും കർണാടകയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് 402 സ്കൂളുകളിൽ 17,000-ൽ കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ 1,400 അധ്യാപികമാരുമുണ്ട്. 5ാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നവംബറിൽ 17 സോണുകളിലായിട്ട് നടന്നു. ഇനി ഓൺ സ്റ്റേജ് മത്സരങ്ങൾ കേരളത്തിലും കർണാടകയിലുമായിട്ട് 17 സോണുകളിൽ നടക്കുകയാണ്. അതിൻ്റെ ദേശീയ തല ഉദ്ഘാടനം ഈ വരുന്ന ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച കണ്ണൂർ ചാലാട് അൽബിർ സ്കൂൾ വെച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റ് പല സ്ഥലത്തും 17 സോണുകളായിട്ട് നടന്നു. അങ്ങനെ ഇതിൻ്റെയൊക്കെ നാഷണൽ ലെവൽ ഫെസ്റ്റ് ഫെബ്രുവരി 1-ാം തീയതി മലപ്പുറത്തുള്ള വേങ്ങര അൽബിർ സ്കൂൾ വെച്ചിട്ട് നടക്കുകയാണ്. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം പഠനത്തിന് മാത്രമല്ല പാഠ്യേതര വിഷയത്തിലും അതുപോലെ തന്നെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുവാൻ വേണ്ടി ഈ അൽബിർ കിഡ്സ് ഫെസ്റ്റ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതിലൂടെ അവരുടെ കഴിവുകളെയൊക്കെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഫെസ്റ്റിന്റെ ഭാഗമായ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നവംബർ മാസം മുതൽ വിവിധ വേദികളിലായി നടന്നു വരികയാണ്. കിഡ്ഡീസ് 1, കിഡ്ഡീസ് 2, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ സോൺ 1-ൽ ഉൾപ്പെടുന്ന 20 സ്കൂളുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. ജനുവരി 2-ന് ദേശീയതല ഉദ്ഘാടനം കാലത്ത് 9:30-ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KP മുഹമ്മദ്, ജാബിർ ഹുദവി, ഹംസ മയ്യിൽ, ഹാഷിം ഹാജി, BK അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അവരുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനൊക്കെ ഉപയോഗിച്ച ഭാഷയാണ് അറബി മലയാളം ഭാഷ. നമ്മൾ അറബി മലയാളത്തിൽ മദ്രസയിലൊക്കെ നമ്മൾ അറബി മലയാളത്തിൽ 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുമുണ്ട്. ഒരാശയ കൈമാറ്റത്തിന് ഒരു ലിപിയായി അറബി മലയാളം ഭാഷ, പ്രത്യേകിച്ച് അംഗീകാരം കാര്യങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ആശയ കൈമാറ്റത്തിന് അത്തരം ലിപികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ബഹുമാനായ ബാബയ്ക്ക് തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം എഴുത്തുകൾ കൈമാറിയിരുന്നത് അറബി ഭാഷയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അത് കൈമാറുമ്പോൾ വളരെ ഭവ്യതയോടെ, പ്രത്യേകിച്ച് അറബി ഭാഷയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യത്തോടെ ഒരുപക്ഷെ ആളുകൾ അംഗശുദ്ധി വരുത്തി പോയ കത്തുകൾ സ്വീകരിച്ചിരുന്നൊക്കെയാണ് ചരിത്രം. അപ്പം അത്രമാത്രം പ്രാധാന്യം നമ്മുടെ അറബി ഭാഷയ്ക്കുണ്ട് എന്നതാണ്. ആശയ കൈമാറ്റത്തിലാണ് ഭാഷകൾ ഉപയോഗിക്കാറുള്ളത്, ഏത് ഭാഷയായാലും. ജില്ലാ പ്രസിഡന്റ് BA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുക്കോല, ഓർഗനൈസിംഗ് സെക്രട്ടറി AP ബഷീർ കൊട്ടില, മുഹമ്മദ് കുഞ്ഞി, AB അബ്ദുള്ള, A അഹമ്മദ് കബീർ, MP അയ്യൂബ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കരുതെന്ന് കുടുംബം. കഴിഞ്ഞ 6 വർഷത്തോളമായി പരോൾ ലഭിച്ചിട്ടില്ല. ഇത് മനുഷ്യാവകാശ പ്രശ്നം മാത്രമായി കാണണമെന്ന് അമ്മ. പരോളിൽ പ്രതികരിച്ച് KK രമയും. 35ാമത് ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. സംഘടിപ്പിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ. 26 സംസ്ഥാനങ്ങളിലെ 700ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. കെ-റീപ്പിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ വ്യാജ അഡ്മിഷൻ. ഗുരുതര ആരോപണവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ്. ക്രമക്കേട് വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. സർവകലാശാല നോക്കുകുത്തിയെന്നും ഷമ്മാസ്. പറഞ്ഞ തുക മുഴുവനുമുണ്ട്.
വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് അഭിമാനമായി മാറുന്ന കായിക താരങ്ങൾ വളർന്നു വരട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 26 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർവീസസിന്റെയും ടീമുകൾ ഉൾപ്പെടെ 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച 13 പിസ്റ്റുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എപ്പെ, സാബർ, ഫോയിൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും നടക്കുന്നു. ജനുവരി 3 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 700ഓളം കായിക താരങ്ങളാണ് മത്സരിക്കുന്നത്. 35ാമത് സീനിയർ നാഷണൽ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ചാമ്പ്യൻഷിപ്പാണ്. ദേശീയ ഗെയിംസിൻ്റെ സെലക്ഷൻ മാച്ച് കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. കണ്ണൂരിനകത്ത് രണ്ടാമതാണ് ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് എയർപോർട്ട് വന്നതിന് ശേഷം വരുന്നത്. എയർപോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അലോട്ട് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അനുസരിച്ച് സംഘാടക സമിതി, കേരള സ്പോർട്സ് കൗൺസിലും ഡയറക്ടറേറ്റും കേരള ഫെൻസിംഗ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ ഈ ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഫെൻസിംഗ് ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ ഭാരവാഹികൾ വെനുവിൽ മികച്ച സംതൃപ്തി രേഖപ്പെടുത്തി. കായിക താരങ്ങൾക്കൊന്നും പരാതിയില്ലാത്ത രൂപത്തിൽ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. KV സുമേഷ് MLA, മേയർ മുസ്ലിം മഠത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ സഹകരണത്തോടെ കണ്ണൂർ ഫിലിം ചേംബർ സംഘടിപ്പിക്കുന്ന 12ാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി PN പ്രവിഷക്ക് നൽകി പ്രകാശനം ചെയ്തു. 27-28 മാർച്ച് 1 തീയതികളാണ്. അതിന്റെ സമാപനം എന്നുള്ള നിലക്ക് മാർച്ച് 2-ാം തീയതി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് അവാർഡ് നൈറ്റ്. അങ്ങനെ 4 ദിവസത്തെ പരിപാടിയാണ് ഇപ്പം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ സംഘാടക സമിതി ഓഫീസ് ബഹുമാന്യനായ കേരള രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ മാസങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം 2ാം ഘട്ടം എന്നുള്ള നിലക്ക് ഈ ലോഗോ പ്രകാശനം നമ്മുടെ ബഹുമാന്യനായ അഴീക്കോട് MLA ശ്രീമാൻ KV സുമേഷ് അവർ നിർവഹിച്ചു. 3ാം ഘട്ടം എന്നുള്ള നിലക്ക്, അതായത് ഫെസ്റ്റിവലുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്ക് അതിൻ്റെ ബ്രോഷർ പ്രകാശനം ആരാധ്യയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള അഡ്വക്കേറ്റ് രത്നകുമാരി അവർ ഈ ചേംബറിൽ വെച്ച് നിർവഹിക്കുകയാണ്.
ആദ്യ പരസ്യ താരിഫ് മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് TC താഹ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കണ്ണൂർ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് വർക്കിംഗ് ചെയർമാൻ മുരളീധരൻ തൈക്കണ്ടി, കൺവീനർ ജലീൽ ബാദുഷ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ മാണിക്കോത്ത്, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ ഷഹീദ, കണ്ണൂർ ഫിലിം ചേംബർ സെക്രട്ടറി നീന EP, സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ദിനേശൻ PP, കണ്ണൂർ ഫിലിം ചേംബർ CK സുജിത്ത്, ട്രഷറർ M രാജീവൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ M മോഹനൻ ജൂറി ചെയർമാനായ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 ഫെബ്രുവരി 27, 28, മാർച്ച് 1, 2 തീയതികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കിത്മ ഇൻസ്പയറിന്റെ 2-3 ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായി പിലാത്തറ യമുനാതീരം റിസോർട്ടിൽ സഹവാസ ക്യാമ്പ് നടന്നു. കിത്മ ഇൻസ്പയർ പോലുള്ള സംരംഭങ്ങൾ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികൾക്ക് ശരിയായ ദിശ കാണിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ആബിദ് പറഞ്ഞു. ഡിഗ്രി നേടുക, എന്നിട്ട് അത് വെച്ചിട്ടൊരു നല്ല ജോലി നേടുക എന്നുള്ളതിനപ്പുറം നമ്മൾ ആദ്യം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയാണ്. നമ്മൾ സൊസൈറ്റിയിൽ ഒരു ജീവിയായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവണം, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നമ്മൾ ഡിപ്പെൻഡബിൾ ആണ് തുടക്കം മുതൽ. നമ്മൾ ഉമ്മാനോട്, ഉപ്പാനോട്, വീട്ടുകാരോട്, നാട്ടുകാരോട് എല്ലാവരോടും നമുക്ക് എന്തുണ്ട്, കടമകളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കടമ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മള് സോഷ്യൽ ആനിമൽ ആണ്. മനുഷ്യൻ എന്താണ് എപ്പോഴും? ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ആനിമൽ ആണ്. അപ്പോൾ സോഷ്യൽ ആനിമൽ ആയിട്ടുള്ള ഒരാൾക്ക് സ്വന്തമെന്ന് പറയാനായിട്ട് എന്തല്ല, എപ്പോഴും എന്റെ അതായത് എന്റെ ഉമ്മ, എന്റെ ഉപ്പ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ മക്കള്, ആ ചിന്തയിൽ നിന്ന് മാറി സൊസൈറ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈവ് തൃക്കരിപ്പൂർ കൂട്ടായ്മയുടെ ഭാരവാഹികളും ലൈഫ് ആൻഡ് സ്കിൽസ് കോച്ചുകളുമായ ഷൗക്കത്ത് അലി, ഷരീഫ്, മുനീർ ഉദിനൂർ എന്നിവർ 2 ദിവസം നീണ്ടുന്ന ക്യാമ്പിലെ സെഷനുകൾ നയിച്ചു. എയറോബിക് സെഷന് ഫിഫ സർട്ടിഫൈഡ് കോച്ച് റാഷിദും, പ്രകൃതിയെ അറിയാം സെഷന് നന്ദ് പേക്കടവും നേതൃത്വം നൽകി. വിഷൻ ബോർഡ്, ലീഡർഷിപ്പ്, റിലേഷൻസ് ആൻഡ് ഇമോഷൻ, സ്പീച്ച് ക്രാഫ്റ്റ്, ഔട്ട്ഡോർ ഗെയിംസ്, കലാസന്ധ്യ തുടങ്ങിയ സെഷനുകൾ ക്യാമ്പിൽ പങ്കെടുത്ത 50ഓളം കുട്ടികൾക്ക് പുതിയ അനുഭവമായി. ക്യാമ്പിലെ മികച്ച പ്രതിഭകളായി ഫാത്തിമ KR, അമീൻ അർഷാദ്, ഫിൽസ ഫാത്തിമ, ഫിസാൻ സർഫറാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൻസ്പയർ കൺവീനർ KM സാബിറ ടീച്ചർ, നൌഷാദ് പൂതപ്പാറ, ഹാജറ ടീച്ചർ, ഷാഹിന ടീച്ചർ, അഷ്റഫ് മാസ്റ്റർ, T സാലിം, KM ആഷിഖ്, AT നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ്. KREPന്റെ മറവിൽ സർവകലാശാലയിൽ അംഗീകാരം നൽകാത്ത കോഴ്സിന് അഡ്മിഷൻ നൽകുകയും പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് KREP വഴി ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നടന്നതെന്നും മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടിയിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥികൾ സർവകലാശാല പോലും അറിയാതെ KREP സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സാം രജിസ്ട്രേഷൻ നടത്തി. KREP വഴി തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സിൽ വ്യാജ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം യൂണിവേഴ്സിറ്റി തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു എന്നതും വിചിത്രമാണ്. KREPന്റെ മറവിൽ എന്തും നടക്കുമെന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നതെന്നും സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്രയിലെ കമ്പനിക്കാണെന്നും സർവകലാശാല കേവലം നോക്കുകുത്തിയായി മാറിയെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത ആകെ തകർന്നുവെന്നും P മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായ വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കോഴ്സ് അപ്ലിക്കേഷൻ അതിനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ചാണ് അവർ ഇത്തവണ തന്നെ ഇത് ഈ അപ്ലിക്കേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാപ്റ്റർ 5 സ്റ്റാറ്റ്യൂട്ടിലെ ക്രൈറ്റീരിയകൾ അനുസരിച്ച് അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അതിൽ ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി തവണ നൽകാൻ കഴിയില്ല എന്നും നേരത്തെ തന്നെ BC ആ കാര്യത്തിൽ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് അതിന്റെ വിശദീകരണം കോളേജിൽ നൽകട്ടെ. എങ്ങനെ ഈ വ്യാജ അഡ്മിഷൻ നടന്നു, വ്യാജ കോഴ്സിൽ എങ്ങനെ പ്രവേശനം നടന്നു എന്നത് സംബന്ധിച്ചൊക്കെ സർവകലാശാല വ്യക്തമാക്കട്ടെ. അപ്പോൾ ഇതിന്റെ ബാക്കി തെളിവുകൾ അന്നേരം പറയാം. നമ്മൾ ആദ്യം ഇതിനകത്തെ ഇതിന്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഇതിൽ നടക്കുന്നത്. സർവകലാശാല ഇപ്പൊ പെട്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ ഗൗരവവും നല്ല ബോധ്യമുണ്ട്. ഏത് രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് കേവലം ഒരു ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം റിസൾട്ട് ചോർന്നതുപോലെ ഇന്നിപ്പോ വ്യാജ കോഴ്സിന്റെ അഡ്മിഷന്റെ വിവരങ്ങൾ പുറത്തു വന്നതുപോലെയല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ള ഗൗരവകരമായ വിഷയങ്ങൾ ഈ KREP പദ്ധതിയുടെ മറവിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടെ ശേഖരിച്ചു വരികയാണ്.
MKCL എന്ന മഹാരാഷ്ട്ര കമ്പനിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും ഇല്ലെങ്കിലും ആർക്കും കോളേജും കോഴ്സും ആരംഭിച്ച് വിദ്യാഭ്യാസ കച്ചവടം നടത്താമെന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്നത്. ഒരു തരത്തിലുള്ള സുതാര്യതയും സുരക്ഷിതത്വവും ഇല്ലാത്ത മഹാരാഷ്ട്ര കമ്പനിയെ എല്ലാം ഏൽപ്പിച്ചതിന് പിന്നിൽ അടിമുടി ദുരൂഹതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കച്ചവടം അനുവദിക്കില്ലെന്നും പുറത്തുവരുന്നത് ക്രമക്കേടിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും പരീക്ഷാഫലം തന്നെ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സംഭവത്തിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തുവരണമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ, ജില്ലാ വൈസ് പ്രസിഡന്റും സെനറ്റ് അംഗവുമായ ആഷിഷ് അശോകൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. മുദ്ര വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസമില്ലാതെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച K. സുധാകരൻ MP നിർദ്ദേശം നൽകി. വായ്പ ലഭ്യമാകുന്നതിന് തടസ്സം നേരിടുന്നതായും വിദ്യാർത്ഥികളിൽ പലരും വിദ്യാഭ്യാസ വായ്പ കിട്ടാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചത്. ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനവും പുരോഗതിയും യോഗം അവലോകനം ചെയ്തു. പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസമില്ലാതെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച K. സുധാകരൻ MP നിർദ്ദേശം നൽകി. ഇതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്. കാരണം നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നവർ. നിങ്ങൾക്കാണ് ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കാനും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം തത്വത്തിൽ പഠിച്ച് നമ്മുടെ മുമ്പിൽ കലക്ടറുടെയും MPയുടെയും മുമ്പിൽ ഇതിന്റെ പോരായ്മകളും ഇതിന്റെ നേട്ടങ്ങളും ഒന്ന് വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം, എന്ത് മാറ്റം വരുത്തണം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതാണ് പ്രായോഗികത. ആ പ്രായോഗികതയ്ക്ക് നമുക്ക് സാവകാശം വേണം, സമയം വേണം. ആ സമയം ഉണ്ടാക്കേണ്ടവർ നിങ്ങളാണ്, ഞാനാണ്. ആ സമയം ഉണ്ടാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. DPC ഹാളിൽ ചേർന്ന യോഗത്തിൽ കലക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്രക്കുറുപ്പ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ രാജേഷ് കുമാർ, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ റെയിൻബോ കോൺഫറൻസ് ഹാളിൽ നടന്നു. കൺവെൻഷൻ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് റഷീദ് കവായ് ഉദ്ഘാടനം ചെയ്തു. അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് പലപ്പോഴായിട്ടും അവരുടെ നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം വ്യാപകമായ നമുക്കറിയാം പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെയുള്ള ഇതിൻ്റെ ഒരു തള്ളിക്കയറ്റം, പിന്നെ ഓൺലൈൻ മീഡിയയുടെ ഒരു ഇടപെടൽ, പിന്നെ നമുക്കറിയാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം നമുക്ക് അനുകൂലമല്ല. കാരണം പല ആളുകളും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലവ് മാരേജസ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് ജാതി മതവും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ നമ്മുടെ മുമ്പാകെ ഇങ്ങനെ കുറിച്ചു നോക്കുകയാണ്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംഘടിത ശക്തിയായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെ ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും അസംഘടിത തൊഴിലാളികൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടുന്നതിന് പ്രധാനമന്ത്രിക്കും കേന്ദ്ര തൊഴിൽ മന്ത്രിക്കും നിവേദനം നൽകി. ജില്ലാ സെക്രട്ടറി A. നിഷാന്ത് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കൊഴുമ്മൽ കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷതയും വഹിച്ചു. സംഘടനയുടെ സ്ഥാപക നേതാവും രക്ഷാധികാരിയുമായ KD ജോൺസൺ കുടിയാമല മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു. ആശംസ നേർന്ന് സംസ്ഥാന സെക്രട്ടറി KM രവീന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി കാപ്പിൽ, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ശൈലജ സുരേഷ്, C. അംബുജാഷൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസെന്റ് മാങ്ങാടൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KM ശിവദാസൻ, K. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണ-വെള്ളി നിരക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കരുതെന്ന് കുടുംബം. കഴിഞ്ഞ 6 വർഷത്തോളമായി പരോൾ ലഭിച്ചിട്ടില്ല. ഇത് മനുഷ്യാവകാശ പ്രശ്നം മാത്രമായി കാണണമെന്ന് അമ്മ. പരോളിൽ പ്രതികരിച്ച് KK രമയും. 35ാമത് ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. സംഘടിപ്പിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ. 26 സംസ്ഥാനങ്ങളിലെ 700ഓളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും.
റീപ്പിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ വ്യാജ അഡ്മിഷൻ. ഗുരുതര ആരോപണവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്. ക്രമക്കേട് വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. സർവകലാശാല നോക്കുകുത്തിയെന്നും ഷമ്മാസ്. എല്ലാ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. നമസ്കാരം.